അനുനയ നീക്കത്തിനായി രണ്ടാം ദിവസവും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ എത്തിയെങ്കിൽ പോലും ഒരു സമവായവും ഉണ്ടായിട്ടില്ല എന്നതാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് മുതിർന്ന നേതാക്കളടക്കം ഒരേ സ്വരത്തിൽ പറയുകയാണ്. അതായത് അദ്ദേഹം മുതിർന്ന നേതാവാണ് എന്നും അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകണമെന്നും ഇവിടെ നേതാക്കൾ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ രണ്ടാമതും വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയെങ്കിൽ പോലും യാതൊരുവിധ നടപടിയും അല്ലെങ്കിൽ ഒരു സമവായവും അവിടെ ഉണ്ടായിട്ടില്ല, മഞ്ഞുരുകുന്നില്ല എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. UDF-ൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആഭ്യന്തരത്തിൽ കുറഞ്ഞ മറ്റൊരു സ്ഥാനവും അല്ലെങ്കിൽ മറ്റൊരു വകുപ്പും തനിക്ക് വേണ്ട എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചാണ് ഇവിടെ ചെന്നിത്തല നിൽക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, ഈ ഒരു ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ പുതിയൊരു ഫോർമുല വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചെങ്കിലും ഇത് ഫലമുണ്ടാകുമോ അല്ലെങ്കിൽ അത് ഫലത്തിലേക്ക് വരുമോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകുകയാണെങ്കിൽ ധനവകുപ്പ് വേണമെന്ന നിലപാടാണ് ഇപ്പോൾ വി.ഡി. സതീശൻ അവിടെ എടുത്തിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. അതൃപ്തിയാണെങ്കിലും ആഭ്യന്തര വകുപ്പാണെങ്കിൽ മന്ത്രിസഭയിൽ ചേരാൻ സന്നദ്ധനാണ് എന്നതായിരുന്നു ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത്. കോൺഗ്രസിനുള്ളിൽ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പുതിയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൽ രമേശ് ചെന്നിത്തല കടുംപിടുത്തം തുടരുന്നതോടെയാണ് സതീശൻ പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചതെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ആഭ്യന്തരം അല്ലെങ്കിൽ ധനകാര്യം വേണമെന്നും അതിൽ ഒരു വിട്ടുവീഴ്ചയും താൻ എടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചാണ് അദ്ദേഹം നിൽക്കുന്നതെന്നതാണ് റിപ്പോർട്ട്. ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കുന്നതിൽ സതീശന് പൂർണ്ണ തൃപ്തനല്ല എന്നും വ്യക്തമാക്കുന്നു. അതേസമയം ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ അൻവർ സദാത്ത് മന്ത്രിസഭയിൽ വേണമെന്നും തീരുമാനത്തിൽ മാറ്റമില്ലാതെ തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു സൂചിപ്പിച്ചതായി തന്നെ വ്യക്തമാകുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിലും ഒരു വിട്ടുവീഴ്ചയും താൻ ചെയ്യില്ല. അതേപോലെ IC ബാലകൃഷ്ണനെയും മന്ത്രിയാക്കാൻ ആവശ്യപ്പെടുകയും ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി തന്നെ തീരുമാനമാകുമെന്ന് ചെന്നിത്തലയ്ക്ക് നേതൃത്വം ഉറപ്പ് നൽകുകയും അതേസമയം കോൺഗ്രസ് ഒരു മന്ത്രി പട്ടിക ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും ഇവിടെ വിലയിരുത്തുന്നുണ്ട്. ഹൈക്കമാൻഡ് അംഗീകാരത്തോടു കൂടി തന്നെ ഇന്ന് മന്ത്രി പട്ടിക ഗവർണർക്ക് കൈമാറും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അതേപോലെ തന്നെ PC വിഷ്ണുനാഥും കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എത്തുകയും കോൺഗ്രസ് മന്ത്രിമാരെ സംബന്ധിച്ച ലിസ്റ്റ് നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലുമായി തന്നെ ചർച്ച നടത്തി ഹൈക്കമാൻഡിന് കൈമാറുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേപോലെ തന്നെ 11 മന്ത്രിമാരും സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമാണ് കോൺഗ്രസിന് ലഭിക്കുക. അതേസമയം UDF മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച മുസ്ലിം ലീഗിന് അവർക്ക് മുന്നിൽ കോൺഗ്രസ് വഴങ്ങിയേക്കില്ല എന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 4 മന്ത്രിസ്ഥാനം നൽകാമെന്നും 5 മന്ത്രിക്ക് പകരമായി തന്നെ ഭരണപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകാമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് ഇപ്പോൾ ഇവർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നതെന്നതാണ് റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചേക്കില്ല എന്നതാണ് സൂചന. ഘടകകക്ഷികളിൽ നിന്നും വിട്ടുവീഴ്ച പ്രതീക്ഷിച്ചാണ് കോൺഗ്രസ് ഈ നീക്കം മുന്നോട്ട് വയ്ക്കുന്നത്. മുസ്ലിം ലീഗ് കൈവശം വച്ചിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചെടുക്കുന്നതിലും കോൺഗ്രസിൽ ആലോചന നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന് പകരം മറ്റൊരു വകുപ്പ് നൽകും എന്നതാണ് ഇപ്പോൾ പരിഗണനയിലുള്ളതെന്നും ഇവിടെ എടുത്തു പറയുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.